ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ദൈവം പാപം ക്ഷമിക്കുന്നുവോ എന്നൊരു സബ്ജക്റ്റിൽ 2 വീഡിയോകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം പല ദൈവദാസന്മാർ, പല ദൈവമക്കളൊക്കെയും ഈ ഒരു വിഷയത്തിൽ വിവിധമായ ഒപ്പീനിയൻസ് പറഞ്ഞുകൊണ്ട് കോണ്ടാക്ട് ചെയ്യുകയുണ്ടായിരുന്നു. എന്നാൽ വളരെയധികം പേർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് സംഭാഷണങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പാപക്ഷമ അല്ലെങ്കിൽ പാപമോചനം എങ്ങനെ പ്രായോഗികമാകുന്നു, ഹൗ ദ ഫോർഗീവ്നെസ് ഓഫ് സിൻ ബിക്കംസ് പ്രാക്ടിക്കൽ എന്ന വിഷയത്തിൽ അല്പം കൂടെ ആഴത്തിൽ ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ രക്ഷയുടെ വിഷയമായിരിക്കാൽ വളരെ പ്രാർത്ഥനയോടും വളരെ ശ്രദ്ധാപൂർവം ഈ ഒരു വിഷയത്തിൽ ജാഗരിച്ചുകൊണ്ട് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു യൂട്യൂബ് വ്യൂസസ് ഉണ്ടാക്കാനോ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റ് യാതൊരു വിധത്തിലുള്ള ലൗകികമായ കാര്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടല്ല, വല്ല വിധേനയും ഈ ഒരു ട്രൂത്ത് റിവീൽ ചെയ്ത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ ഇതൊന്ന് കൈകാര്യം ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയാണ്. വളരെ സീരിയസായ വിഷയമാണ്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ പ്രത്യേകിച്ചും വിശ്വാസികളെന്ന് ക്ലെയിം ചെയ്യുന്നവരുടെ ഉള്ളിൽ തന്നെ ഈ ഒരു സത്യം ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് പലരോടും മനസ്സിലാകുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഒരു വിഷയം കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വിഷയം പറയാനുള്ളത്, ഇന്ന് ആത്മീയ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ലെഫ്റ്റ് റൈറ്റ് ഇട്ട് ജാഗരിക്കുന്നുണ്ട്. വളരെയധികം പേര് ദൈവദാസന്മാർ ഇത് ലൈക്സ് കിട്ടാനോ വ്യൂവേഴ്സ് ഉണ്ടാവാനോ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവാനോ ഒക്കെ പരസ്യമായിട്ട് അനൗൺസ് ചെയ്യുന്ന പോലും ഞാൻ കേൾക്കുന്നുണ്ട്. വളരെ ലജ്ജാകരമാണത്. യൂട്യൂബിനും ഷോർട്ട് വീഡിയോകൾ ഇടുന്നത് വളരെ ഇഷ്ടമാണ്. കാരണം വ്യൂവേഴ്സ് കൂടുതലുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അഡ്വർടൈസ്മെൻറ്റ്, ഇത്തരം സോഷ്യൽ മീഡിയകളെല്ലാം വർക്ക് ചെയ്യുന്നത് അഡ്വർടൈസ്മെൻറ്റിന് മേലിലാണ്. അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നവർ നല്ലൊരു എമൗണ്ട് കൊടുക്കണം. അപ്പോൾ വ്യൂവേഴ്സ് കൂടുതലുള്ള വീഡിയോകളിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് പണം കൂടുതലുണ്ടാവും. അപ്പോൾ യൂട്യൂബും ഷോർട്ട് വീഡിയോകളാണ് കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നത്, റീൽസായിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ ഒക്കെ ആയിട്ട്. അവിടെയാണ് കാരണം അഡ്വർടൈസ്മെൻറ്റിന് ചാൻസ് കൂടുതലുണ്ട്. എന്നാൽ അത്തൊരു നിഗമനത്തോടു കൂടെ നിങ്ങൾ ഷോർട്ട് വീഡിയോ എന്ന ഒരു ലക്ഷ്യത്തോടു കൂടെ ഈ വീഡിയോ സമീപിക്കരുത്. ഒരു ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ വളരെയധികം പ്രാർത്ഥനയോടുകൂടെ അടിസ്ഥാന വചനങ്ങളെ ഒക്കെയും തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഉപദേശം സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സമയം തീർച്ചയായിട്ടും കൂടുതലെടുക്കും. ഇനി ഞാൻ ഇത് ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കുറച്ച് ചിന്തിക്കാൻ പോകുന്നത്, ഓഫ് കോഴ്സ് ഇതൊരു ഹാർഡ് സേയിങ് ആണ്, ഒരു കഠിന ഉപദേശം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ചില വിഷയങ്ങൾ നാം ചിന്തിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും യാഗപീഠത്തെ ബേസ് ചെയ്തുകൊണ്ട്. ഇപ്പം നിങ്ങൾ ചിത്രങ്ങളിൽ കാണുന്നത്, ഒന്ന് മോശയ്ക്ക് സമാപന കൂടാരത്തിന് വയ്ക്കുവാൻ വേണ്ടി ദൈവം തന്നെ അതിൻ്റെ പ്രമാണങ്ങൾ കൊടുത്തുകൊണ്ട്, സ്കെച്ചും പ്ലാൻ തന്നെ കൊടുത്തുകൊണ്ട്, അതിൻ്റെ ഡയമെൻഷൻസ് കൊടുത്തുകൊണ്ട് എങ്ങനെയായിരിക്കണം നിർമ്മിക്കേണ്ടത് എന്ന രീതിയിൽ നിർമ്മിച്ചതും സമാപന കൂടാരത്തിൽ വെച്ചതുമായ ഒരു ചിത്രത്തിലാണ് നിങ്ങൾ ഫസ്റ്റ് കാണുന്നത്. മറ്റൊന്ന്, അതുപോലൊരു മോഡല് റൂബേന്യരും ഗാദ്യരും അതുപോലെ തന്നെ മനശ്ശയുടെ പാതിഗോത്രങ്ങളും യോർദാൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥാപിക്കുകയുണ്ടായിരുന്നു. അത് യോർദാൻ്റെ ഇക്കരെ യോർദാൻ്റെ വെസ്റ്റേൺ സൈഡിൽ യോർദാൻ്റെ കിഴക്ക് ഭാഗത്ത് തന്നെ സ്ഥാപിക്കുകയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ ഈ പാപക്ഷമയെക്കുറിച്ച് കൊണ്ട് പറഞ്ഞപ്പോൾ അനേകർ എന്നോട് ചോദിച്ചത്, ദൈവവചനത്തിൽ എത്രയോ ഇടങ്ങളിൽ പാപം ക്ഷമിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു ദൈവം പാപം ക്ഷമിക്കുന്നില്ല. ഞാൻ പാപം ക്ഷമിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് വിശ്വാസഗോളത്തിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പാപം ഏറ്റുപറയുന്നത് കൂടി ദൈവം അങ്ങ് ക്ഷമിക്കും വിത്തൗട്ട് എനി കണ്ടീഷൻ. ഇമ്പോസിബിളാണ്. പാപത്തെ ക്രിസ്തുവിൽ മറക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഇന്ന് കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ യാഗപീഠങ്ങളുടെ കാര്യം എടുക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, പാപം
ക്ഷമിക്കുക എന്നൊരു അർത്ഥത്തിൽ അപ്പോൾ വാട്ട് കണ്ടീഷൻ ഇന്ന് അനേകർ കരുതിയിരിക്കുന്നത്, വിശ്വാസകോളത്തിൽ പോലും അനേകർ കരുതിയിരിക്കുന്നത് ജസ്റ്റ് ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുന്നു എന്നാണ്. അത്തരത്തിലുള്ളൊരു മൂഢതയും കൊണ്ട് നിങ്ങൾ പോകേണ്ട. നിത്യ നരകത്തിൽ ചെന്നപ്പെടും. പാപം ക്ഷമിക്കുന്നതിന് ആവശ്യമായ കണ്ടീഷൻസ് എന്നാണ് അല്പമായിട്ട് ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ ക്ലാസ്സുകൾ ഈ ഒരു വിഷയത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ വളരെ ബലം നിർബന്ധിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം അടുത്തൊരു ദിവസങ്ങളിൽ ചില ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന ചില വ്യക്തികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ തന്നെ ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കുകയുണ്ടായിരുന്നു, ബൈബിള് പലയിടങ്ങളിലും ദൈവം പാപം ക്ഷമിക്കുന്നു എന്നൊരു വിഷയം പറഞ്ഞിരിക്കുന്നത്, പാസ്റ്റർ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നൊരു വിഷയം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൊടുക്കുന്ന ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും പക്ഷപാതക്കാരൻ്റെ വിഷയമാണ് ചർച്ചയുണ്ടായിരുന്നത്. അതായത് പക്ഷപാതക്കാരനെ മത്തായി സുവിശേഷം 50 മാർക്കോസ് ചാപ്റ്റർ 2, അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 5 അധ്യായത്തിലാണ് ഈ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കടന്നു വരാൻ സ്ഥലമില്ലാക്കൊണ്ട് മേൽക്കൂര പൊളിച്ചു മാറ്റി ഇവരെടുത്ത് എഴുതിയിരിക്കുന്നു, ഓടുകൾ പൊളിച്ചു മാറ്റിയിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ഇറക്കുന്ന സമയത്ത് അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് മകനെ നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടനെ അവിടെ ഉണ്ടെന്ന സ്ക്രൈബ്സ് അല്ലെങ്കിൽ പരീശന്മാരും ശാസ്ത്രിമാരും ഉടനെ അവിടെ പിറുപിറുക്കുകയാണ്, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ചോദിച്ചിട്ട് കുറച്ച് അതിൻ്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്ന് സ്ഥാപിക്കത്തക്ക വേണം അവനോട് കിടക്കെടുത്ത് നടക്കാൻ പറയുന്നു. അവിടെ 2 കാര്യമാണ് കർത്താവ് ആ ഡോക്ടറിനെ ഉദ്ദേശിച്ചത്. ഒന്ന്, ശബത്ത്, അതായത് ലിറ്ററൽ ലാംഗ്വേജിൽ ആണ് ജൂസ് അത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ശബത്തിൽ യാതൊരു വേലയും ചെയ്യരുത്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആത്മീക അർത്ഥം അല്ലെങ്കിൽ സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്നത്, ദൈവവചനത്തിൽ അല്ലെങ്കിൽ ദ ലോ ഓഫ് ഗോഡിന് ലിറ്ററൽ മീനിങ് ഉണ്ട്, അഥവാ സ്പിരിച്വൽ മീനിങ് ഉണ്ട്. സ്പിരിറ്റ് എന്ന് പറയുന്നത് ഡു ഗുഡ്. നിൻ്റെ ആടുകളും ആരും കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ നീ ശബത്ത് തീരുന്നവരെ കാത്തിരിക്കുമോ? നീ അവർ ജീവനെ രക്ഷിക്കാൻ വേണ്ടി കയറ്റില്ലയോ? അതായത് ലോ എന്ന് പറയുന്നത് ഡു ഗുഡ്. ദ ക്രീം ഓഫ് ദ ലോ ഇസ് ഡു ഗുഡ്. ഇത് ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഒന്നാണ് കിടക്കെടുത്ത് നടക്കുക. ശബരീശൻ പറഞ്ഞ ശബത്തിൽ കിടക്കെടുത്ത് നടക്കാനേ പാടില്ല. നീ രോഗിയല്ല, മരിച്ചാലും ശബത്തിൽ യാതൊരു വേലയും ചെയ്യരുത്. ലിറ്ററൽ മീനിങ് അങ്ങനെ തന്നെ എടുക്കുന്നു. ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. 37 അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ അത്ഭുതമായിട്ട് കാനാവിൽ വെള്ളത്തെ വീഞ്ഞാക്കി തുടങ്ങി. ഏതെല്ലാം സുവിശേഷങ്ങളിലാണ് എഴുതിയിരിക്കുന്നതിനെ കുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കിട്ടും, വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതിനകത്ത് പാപം ക്ഷമിക്കുന്നു എന്ന് പറയുന്ന ഒരു 3 ഇൻസ്റ്റൻസ് ഉണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നാം ചിന്തിച്ചത്. പക്ഷപാതകാരൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ അല്ലെങ്കിൽ പാപമോചനം കൊടുക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. മറ്റൊന്ന്, പരീക്ഷ ഷെമിയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിലിരിക്കുന്ന സമയത്ത് അവൻ്റെ കാല് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ചുകൊണ്ടിരുന്ന സഹോദരിയോട് പറയുന്നത്, യുവർ സിൻസ് ആർ ഫോർഗിവൺ, നിൻ്റെ സകല പാപങ്ങളും മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു സംഭവം. മറ്റൊന്ന്, ക്രൂശിലെ കള്ളൻ്റെ വിഷയത്തിൽ പറയുന്നത്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന് പറയുമ്പോൾ അവരോട് പറയുന്നത്, നീ ഇന്ന് രാത്രി എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് പല ഡോക്ടറേഴ്സ് ഉണ്ട്. അപ്പോൾ ലിറ്ററലായിട്ട് പാപമോചനം കൊടുക്കുന്ന വിഷയങ്ങൾ ഞാൻ തന്നെ പറയാം. ഇനി പുതു നിയമത്തിലാണെങ്കിൽ അനേക വിഷയങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ വാട്ട് കണ്ടീഷൻ? പാപം ഏറ്റുപറയുന്നത് കൊണ്ട് മാത്രമാണോ? ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാം. പ്രത്യേകിച്ചും ഒരു മീഡിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. അല്ലെങ്കിൽ അറ്റോൺമെൻറ്റിൻ്റെ ക്ലാസ്സുകളുണ്ട്, അല്ലെങ്കിൽ ദ ഗ്രേറ്റ് സാൽവേഷൻ എന്ന ക്ലാസ്സുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ സമയമെടുക്കും. ഷോർട്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു വിഷയമല്ല, വളരെ ഡീറ്റെയിലായിട്ട്. കാരണം ഇത് നമ്മുടെ പ്രാണന്റെ ആത്മാവിൻ്റെ രക്ഷയുടെ വിഷയമാണ്. അപ്പോൾ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, ഭൂമിയിൽ പാപം മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. ഇനി നമുക്ക് ഈ കാര്യങ്ങൾ ചിന്തിച്ചു വരണമെങ്കിൽ നമുക്ക് നേരിട്ട് ഏദൻ തോട്ടത്തിലേക്ക് തുടങ്ങി ആരംഭിക്കാം.
ഏദൻ തോട്ടത്തിൽ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അതായത് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ അവന് വിശുദ്ധനാണ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അനുസരിക്കാം. അപ്പോൾ ആ വിശുദ്ധൻ എന്ന ആദാമിനെ അശുദ്ധൻ എന്ന് എണ്ണി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കേണ്ട അടിസ്ഥാന കാരണം എന്താണ്? ഡിസ്ഒബീഡിയൻസ്. ദൈവം മനുഷ്യനുമായിട്ടുള്ള ആദ്യ ഉടമ്പടിയുടെ അടിസ്ഥാനം ഒബീഡിയൻസിലായിരുന്നു. ദ ഫൗണ്ടേഷൻ ഓഫ് ദ കവനന്റ് ബിറ്റ്വീൻ ഗാഡ് ആൻഡ് മാൻ വാസ് ഫൗണ്ടഡ് ഓൺ ദ ഒബീഡിയൻസ്. തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ജഡ്ജ്മെൻറ്റും അവിടെ ഡിക്ലെയർ ചെയ്തു. അവിടെ നടന്ന കാര്യം 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഞാൻ പല ക്ലാസ്സിലും വിവരിച്ചിട്ടുണ്ട്, അവിടെ നാം വിവരിക്കുന്നില്ല. എന്നാൽ അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് അവരുടെ പ്രവൃത്തിയാൽ, അവരുടെ അനുസരണക്കേടിനാൽ വെളിപ്പെട്ട് വന്ന നഗ്നത മറയ്ക്കുവാൻ അവരുടെ ബുദ്ധി കൊണ്ട് തന്നെ അവർ അത്തിയിലെ കൂട്ടി തുന്നി വൃക്ഷത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്നു. അവിടെ ദൈവത്തെ വേണമെങ്കിൽ ഒരു ദൂതനയച്ചിന്, ഒരു കെരൂബിനയച്ചിരുന്നെങ്കിൽ ഈ ആദാമിനെയും ഹവ്വയെയും പിടിച്ച് ദൈവത്തിനടുത്ത് കൊണ്ടുവരാമെന്ന്. പക്ഷേ ഇത്രമാത്രം സ്നേഹിക്കുന്നവനായ ദൈവം, അതാണ് ഈ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ബിലീവേഴ്സ് എന്ന ഒരു പദം തന്നെ ഞാൻ ഇത്തരം ക്ലാസ്സുകൾക്ക് ഉപയോഗിക്കാനുള്ള കാരണം. യഹോവയായ ദൈവം തന്നെ, ഇവിടെ പ്രത്യേകിച്ചും യഹോവയായ ദൈവം എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷിലാണെങ്കിൽ LORD എന്ന് ക്യാപിറ്റൽ എവിടെയെല്ലാം എഴുതിയിരിക്കുന്നുണ്ടോ അവിടെയെല്ലാം യാഹ്വേ. നമുക്ക് വേണമെങ്കിൽ ഗ്രീക്ക് ബൈബിളിലൊന്ന് എടുത്തു നോക്കാം. ജനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 21 ഞാൻ വായിച്ചിരിക്കുന്നത്. ആൻഡ് യാഹ്വേ എലോഹിം, യഹോവയായ ദൈവം. ഇവിടെ ഈ യാഹ്വേ എന്നുള്ള വേർഡ് മാറ്റാനുള്ള കാരണം ദൈവത്തിൻ്റെ നാമം വൃഥാ വായിലെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ജ്യൂസിൻ്റെ സ്ക്രൈബ്സിനും സ്കോളേഴ്സിനെല്ലാം ഈ യാഹ്വേ എന്ന നാമം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കാൻ തക്കവണ്ണമാണ് അവർ ഇംഗ്ലീഷിൽ അതിനെ ലോഡ് എന്നാക്കിയത്. അത് ഒരു വിധത്തിൽ പറഞ്ഞ ബുദ്ധിമോശമായിപ്പോയി. ഇതാരാണ് സംസാരിക്കുന്നത്, ആരാണ് മനുഷ്യൻ്റെ അടുത്ത് കടന്നു വന്നെന്നുള്ള ആ ഭയം മനുഷ്യന് മാറിപ്പോകുന്നൊരവസ്ഥയാണ്. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട അതേ ദൈവം തന്നെ സീനാന്മാരിൽ ഇറങ്ങി വന്നപ്പോൾ സീനാന്മാരെ വിറച്ചുപോയ അതേ ദൈവം തന്നെയാണ് ഈ മനുഷ്യൻ്റെ അടുത്ത് കടന്നു വരുന്നത്. നിങ്ങൾക്കെന്ന് മനസ്സിലാകേണ്ടത്, തെറ്റിപ്പോയിട്ടും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ശിക്ഷാർഹരായി തീർന്ന മനുഷ്യൻ്റെ അടുത്ത് ഒരു ദൂതിനെ അയച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുവരാനല്ല പറയുന്നത്. ദൈവം തന്നെ, യഹോവയായ ദൈവം തന്നെ, യാഹ്വേ തന്നെ അവരുടെ അടുത്ത് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ആദാമേ നീ എവിടെയെന്ന് ചോദിക്കുന്നു. തുടർന്നുള്ള സംഭാഷണങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെ അവർക്ക് അവരുടെ അകൃത്യത്താൽ വെളിപ്പെട്ട് വന്ന നഗ്നത മറയ്ക്കുവാൻ അവർ തന്നെ അത്തിയിലെ കൂട്ടിത്തുന്നി അറിയാതെ ഉണ്ടാക്കി വൃക്ഷത്തിൻ്റെ മറഞ്ഞിരുന്നു. ദൈവം ചോദിച്ചു, ആദാമേ നീ എവിടെ? ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു ചോദ്യം നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ചോദിക്കുക. വേർ ഐ ആം നൗ. ഈ ശബ്ദം നിങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറഞ്ഞത്? ഏത് ഡിനോമിനേഷൻ്റെ പുറകിൽ, ഏത് വ്യക്തി താല്പര്യങ്ങളുടെ പുറകിൽ, വ്യക്തി താല്പര്യങ്ങളെ സഫലമാക്കാൻ തക്കണം ഏത് ഡിഫറെൻ്റ് ഉപദേശങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്നു? ഈ ഒരു ചോദ്യം മനുഷ്യനോടാണ് ദൈവം ചോദിക്കുന്നത്. ആദാമേ നീ എവിടെ? ഒരു മറുപടി പറഞ്ഞു. തോട്ടത്തിൻ്റെ കാലൊച്ച കേട്ട് ഭയന്ന് ഞങ്ങൾ ഒളിച്ചിരിക്കുക. ഉടനെ ക്വസ്റ്റ്യൻ, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ വൃക്ഷഫലം നിത്തുന്നു. ദൈവത്തെ അറിയാതെയല്ല, വീണ്ടും ഓപ്ഷൻ കൊടുക്കുകയാണ്. തുടർന്നുള്ള സംഭാഷണങ്ങൾ നിങ്ങൾക്കറിയാം. അവർ പുറത്താക്കുന്ന സമയത്ത് യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അപ്പോൾ ഫസ്റ്റ് നടന്നത് ഒരു അറ്റോൺമെൻറ്റ്. ഒരു മൃഗത്തെ കൊന്ന് ഒരു രക്തച്ചൊരിച്ചിൽ കൂടെ ഒരു അറ്റോൺമെൻറ്റ് നടത്തി, ഒരു പ്രായശ്ചിത്തം നടത്തിയിട്ടാണ് ദൈവം അവരെ പുറത്താക്കുന്നത്. അപ്പോൾ തങ്ങളുടെ പകർത്തിത്താൽ വെളിപ്പെട്ട് വന്ന നഗ്നത തങ്ങളെ കൊണ്ട് തന്നെ മറയ്ക്കാൻ സാധ്യമല്ല. അതായത് നിൻ്റെ പാപത്തെ നിനക്ക് മറയ്ക്കുവാൻ സാധ്യമല്ല എന്ന് ദൈവം വെളിപ്പെടുത്തുവതൊക്കെ ഒരു അറ്റോൺമെൻറ്റ് നടത്തി അവിടെ നഗ്നത മറയ്ക്കുവാനുള്ള ഒരു പരിപാടി ദൈവം ചെയ്തെടുത്തു. ഇനി നമ്മൾ ഹാബേലിൻ്റെ യാഗത്തിലേക്ക് നോക്കിയാലൊക്കെ നമുക്കറിയാം, ഹാബേലിൽ അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കായലിൽ പ്രസാദിച്ചില്ല. തുടർന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരിട്ട് പോകുന്നത് ഫസ്റ്റ് കവനൻറ്റിലേക്കാണ്.
അങ്ങനെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തക്കവണ്ണം ദൈവം അബ്രാഹാം എന്നൊരു വ്യക്തിയെ, നോഹയുടെ പ്രളയത്തിന് ശേഷം നോഹയുടെ 3 മക്കള് ജാഫെത്ത്, ഹാമ്, ഷേമ്. ഹാമും ജാഫെത്തും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഷേമിൻ്റെ തലമുറയിൽ നിന്നാണ് അബ്രാഹാം വരുന്നത്. നോഹ പഠിപ്പിച്ച മാർഗത്തിൽ കൂടെ നടക്കുന്ന ഷേമിൻ്റെ തലമുറയിൽ നിന്ന് അബ്രാഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരു നേഷനെ ഡെവലപ്പ് ചെയ്ത് ദൈവത്തിൻ്റെ കാര്യപരിപാടികളെ നമുക്ക് വേണ്ടി പഠിപ്പിക്കുവാൻ ദൈവം ഇസ്രായേൽ എന്നൊരു നേഷൻ തിരഞ്ഞെടുത്തു. അങ്ങനെ അവർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ദൈവം അവരുമായിട്ടൊരു കവനൻ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഞാനിവിടെ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്ക്രീൻ നോക്കി വായിക്കാം, അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കണം. ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം വായിക്കണം. അവൻ പിന്നെയും മോശയോട്, നീയും അഹ്റോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാർ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്ത് നിന്ന് നമസ്കരിപ്പിൻ. മോശ മാത്രം യഹോവയ്ക്ക് അടുത്തു വരട്ടെ, അവർ അടുത്തു വരരുത്, ജനം അവരോട് കൂടെ കയറി വരുകരുത് എന്ന് കൽപ്പിച്ചു. എന്നാറെ മോശ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അതികാലത്ത് എഴുന്നേറ്റ്, നീ ശ്രദ്ധിക്കണം, പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരു യാഗപീഠവും, ശ്രദ്ധിക്കണം, പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരു യാഗപീഠവും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 തൂണും പണിതു. ഇന്ന് സഭാ ശുശ്രൂഷകളിൽ, ഡിനോമിനേഷൻ ശുശ്രൂഷകളിൽ ഇടപെട്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാരും അവരുടെ സഹായികളും വളരെ ശ്രദ്ധാപൂർവം അടിവരയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് കവനൻ്റ് ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ ലഭിച്ചതായ മോശ അന്ന് പ്രമാണം കൊടുത്തിട്ടില്ല, യാഗപീഠം പണിൻ്റെ പ്രമാണം കൊടുത്തിട്ടില്ല, ആരാധനയുടെ പ്രമാണങ്ങൾ കൊടുത്തിട്ടില്ല. എന്നാൽ ഹാബേൽ തുടങ്ങി ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങൾ എങ്ങനെ കഴിക്കുന്നു എന്ന് പൂർവ്വീകന്മാർ പിതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നു. അബ്രാഹം ആരാധന കഴിച്ച കാര്യങ്ങളോ യാഗം കഴിച്ചവരോ നമുക്കറിയാം. എന്നാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരേ ഒരു യാഗപീഠം പണിതു. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ സംഖ്യയ്ക്കൊത്തവണ്ണം 12 തൂണും പണിതു. ഡിനോമിനേഷൻ വേണ്ടത്ര വേണമെങ്കിൽ ആകാം, പക്ഷെ യാഗപീഠം ഒന്നേയുള്ളൂ, അതാണ് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് അല്പം ഡീവിയേഷൻ വരുത്തിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കുന്ന സമയത്ത് ദൈവം ചെയ്തത് നമുക്കറിയാം, ഒരു അറ്റോൺമെൻറ്റ്, അവരുടെ പാപത്തിൻ്റെ നഗ്നത മറയ്ക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെ ഒരു അറ്റോൺമെൻറ്റ് നടത്തി ഒരു പരിഹാര പരിപാടി കൊണ്ടുവന്നു. ഇവിടെ മോശയ്ക്ക് പ്രമാണം കൊടുത്തപ്പോൾ ദൈവം അവനോട് പറഞ്ഞില്ല എന്നൊരു യാഗപീഠം പണിയുവാൻ. പക്ഷേ ഹാബിൽ തുടങ്ങിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് മോശ നല്ലവണ്ണം മനസ്സിലാക്കി ഒരേ ഒരു യാഗപീഠം പണിതു. 12 ഗോത്രങ്ങൾക്കനുസരിച്ച് 12 യാഗപീഠം പണിതില്ല. ഇന്ന് ഓരോരോ ഡിനോമിനേഷനും അവരുടെ ഡിനോമിനേഷൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൊട്ടാരക്കര ഒരു യാഗപീഠം, അടൂർ ഒരു യാഗപീഠം, ബാംഗ്ലൂർ പല യാഗപീഠങ്ങൾ, അമേരിക്കയിൽ വേറെ വേറെ യാഗപീഠങ്ങൾ, UK വേറെ യാഗപീഠങ്ങൾ, ചൈനയിൽ വേറെ യാഗപീഠങ്ങൾ, നോർത്ത് ഇന്ത്യയിൽ ഓരോരോ സ്റ്റേറ്റിനും അതായത് ഓരോ ഡിസ്ട്രിക്റ്റിനും വേറെ വേറെ യാഗപീഠം, ഇങ്ങനെ വേണ്ടത്ര യാഗപീഠങ്ങളുണ്ട്. ഇത് സൂക്ഷിച്ചോളണം. അടുത്തൊരു കാര്യത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകാം അതിൻ്റെ ഡേഞ്ചറസ് എന്താണെന്ന്. ഓക്കെ, പിന്നെ അവർ ഇസ്രായേൽ മക്കളിൽ ചില ഭാര്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ചു, യഹോവയ്ക്ക് സമാധാനയാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു. മോശ രക്തത്തിൽ പാതി എടുത്ത്, എവിടെ നിന്നുള്ള ഈ രക്തം കിട്ടിയത്? ഏത് യാഗപീഠത്തുമേ യാഗം അർപ്പിച്ചോ അടുത്ത് എന്ന് പറഞ്ഞാൽ അവർ ഇസ്രായേൽ മക്കൾ ചില ബാലിക്കാരെ അയച്ച് അവർ ഹോമയാഗങ്ങളെ കഴിച്ചു, യഹോവയ്ക്ക് സമാധാന യാഗങ്ങളെ കാളകളെയും അർപ്പിച്ചു. ആ രക്തത്തിൽ നിന്ന്, അതായത് ഫസ്റ്റ് അറ്റോൺമെൻറ്റ് മോശ രക്തത്തിൽ പാതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു, രക്തത്തിൽ പാതി യാഗപീഠത്തുമേ തെളിച്ചു. അറ്റോൺമെൻറ്റ്. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. ബേസ്ഡ് ഓൺ ദെയർ ഓത്ത്, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കും എന്ന് പറഞ്ഞ ആ ഒബീഡിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അറ്റോൺമെൻറ്റിന് വാലിഡിറ്റി വരുന്നത്. അറ്റോൺമെൻറ്റ് നടന്നതുകൊണ്ട് മാത്രം പാപക്ഷമ നടക്കുന്നില്ല. അത് ഒരു കണ്ടീഷനേ ആവുന്നുള്ളൂ. നമ്മളത് കൺക്ലൂഡ് ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ, പാപത്തിന് മോചനം കൊടുക്കണമെങ്കിൽ അത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല.
പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ള ഒരു കവനൻ്റാണ് ദ കവനൻ്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത്. പിതാവ് ഡിമാൻഡ് ചെയ്യുന്നത് വീണുപോയ ആദാമിൻ്റെ തലമുറയിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുക്കണമെങ്കിൽ അതിനാവശ്യമായ അറ്റോൺമെൻറ്റ് നടത്തി താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ഒരു കൂട്ടം ജനത്തെ വിശുദ്ധരാക്കി പണിതെടുത്ത് ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കത്തക്കവണ്ണം പണിതെടുത്ത് അവൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ഡ്യൂട്ടി. അതാണ് ക്രിസ്റ്റോസ് അല്ലെങ്കിൽ ക്രിസ്തു എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ ഓത്തറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യാഗപീഠം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നു. ഒത്തിരി വിശ്വാസികൾ ഇത് ഹിസ്റ്റോറിക്കലായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. ഒബീഡിയൻസായിട്ട് യാതൊരു ബന്ധമില്ല. നിയമം നടന്ന് അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മാത്രം മോശ രക്തമെടുത്ത് ജനത്തുമേൽ തെളിച്ചു. ബേസ്ഡ് ഓൺ ദെയർ ഓത്ത്, ബേസ്ഡ് ഓൺ ദെയർ വേർഡ്, ഞങ്ങൾ അനുസരിച്ച് നടക്കും. പക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നു അവർക്ക് അനുസരിച്ച് നടക്കാൻ സാധ്യമല്ല, കാരണം അവരിൽ പാപം വസിക്കുകയാണ്. അത് വേറെ സബ്ജക്റ്റ്. ജനത്തിന് തെളിച്ച് ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ പഴയ നിയമം എന്ന് പറയുന്നത് ഉൽപ്പത്തി തുടങ്ങി മലാക്കിയുടെ പുസ്തകം വരെയുള്ള കാര്യമല്ല. അതിൽ വിവരിച്ചിരുന്ന കാര്യങ്ങൾ പഴയ നിയമത്തിലെ കണ്ടീഷൻസാണ്, കാര്യങ്ങളാണ്. എന്നാൽ പഴയ നിയമം എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് ദൈവത്തിൻ്റെ ഒരു ഉടമ്പടിയാണ്. അതിൻ്റെ ഫസ്റ്റ് കാര്യമായിരുന്നു അറ്റോൺമെൻറ്റ്. ഒരു യാഗപീഠം, ഒരേ ഒരു യാഗപീഠം. ഗോത്രങ്ങൾ 12 ഉണ്ടെങ്കിലും ഒരേ ഒരു യാഗപീഠം. അതിന്മേൽ കഴിച്ച പ്രായശ്ചിത്തത്തിൻ്റെ രക്തം എടുത്തു. ദൈവത്തിൻ്റെ സകല വചനങ്ങൾ ജനത്തെ വായിച്ചു കേൾപ്പിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ വചനമൊക്കെയും അനുസരിച്ച് നടന്നുകൊള്ളാം. അപ്പോൾ ദാറ്റ് കണ്ടീഷൻ ആ രക്തം എടുത്ത് അവരുടെ മേലും പുസ്തകത്തിൻ്റെ മേൽ തെളിച്ച് സീല് ചെയ്തു. ഇതിനോട് സദൃശ്യമായ കാര്യമാണ് മർക്കോസിൻ്റെ മാളിക മുറിയിൽ അല്ലെങ്കിൽ ഒടുവിലത്തെ അത്താഴത്തിൻ്റെ സമയത്ത് കർത്താവ് ചെയ്തെടുത്തത്. മർക്കോസിൻ്റെ മാളിക മുറി എന്നല്ല പറയുന്ന സ്തോത്രം. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുമ്പോഴും ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ ഇത് ലൂക്കോസിലെ 22-ാം അധ്യായം 17 തുടങ്ങിയ വാക്യങ്ങളാണ്. ആ ഫസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ മാത്രമേ സുവിശേഷത്തിൽ 2 കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. അത് പാസ് ഓവറുണ്ട്. പഴയ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമുള്ള പാസ് ഓവറും അതേ പുതിയ നിയമത്തിൻ്റെ കർത്തൃമേശം സ്ഥാപിക്കുന്ന ഒരു വിഷയമാണ്. ആദ്യത്തിൽ ദൈവരാജ്യം വരുമ്പോൾ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ചെവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിൽ എൻ്റെ രക്തം. ഇവിടെ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഈ പുതിയ നിയമം? ആരുമായിട്ടാണ് ഈ പുതിയ നിയമം? അതിൻ്റെ ബേസിസ് എന്താണ്? ഇത് ആദ്യമേ മനസ്സിലാക്കുക. പഴയ നിയമത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് അവരുടെ വാക്ക്. ഈ സകല വചനങ്ങളും ആധാരമാക്കി ഞങ്ങൾ അനുസരിച്ച് നടക്കാം എന്ന് പറഞ്ഞ ആ വാക്കിനെ ആധാരമാക്കി അവരും യഹോവയായ ദൈവം തമ്മിൽ ചെയ്തൊരു ഉടമ്പടിയാണ് ഈ പഴയ നിയമം എന്ന് പറയുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കുക. അറ്റോൺമെൻറ്റ് നടന്നു. ഇവിടെ അറ്റോൺമെൻറ്റ് നടക്കുകയാണ്. അറ്റോൺമെൻറ്റ് അവിടെ നിഴലായി നടക്കുമ്പോൾ ഇവിടെ അറ്റോൺമെൻറ്റ്, ഒറിജിനൽ അറ്റോൺമെൻറ്റ്, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ അറ്റോൺമെൻറ്റ് തന്നെ നടക്കുകയാണ്. അതിനു മുമ്പ് സിംബോളിക്കായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ രക്തം, അനേകരുടെ പാപം, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. അത് പ്രാക്ടിക്കലായിട്ട് പിറ്റേ ദിവസം നടക്കുകയാണ്. അറ്റോൺമെൻറ്റ് നടക്കുന്നു. അതിനുശേഷം ചില കാര്യങ്ങളുണ്ട്. ഇതാണ് ഈ മിക്കവാറും സുവിശേഷകന്മാരോ പാസ്റ്റർമാരോ ഉപദേശകന്മാരോ പ്രസംഗിക്കുന്നില്ല. ഞാൻ വീണ്ടും പറയട്ടെ, മനുഷ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ആദ്യ കണ്ടീഷൻ ബേസ്ഡ് ഓൺ ഒബീഡിയൻസ്, അനുസരണമായിരുന്നു ഫൗണ്ടേഷൻ. എന്നാൽ പഴയ നിയമത്തിൻ്റെ ഇസ്രായേലുമായിട്ടുള്ള നിയമത്തിൻ്റെ ഒബീഡിയൻസ് അവർ പറഞ്ഞു, ഞങ്ങൾ സകല വചനം അനുസരിച്ച് നടന്നുകൊള്ളാം. അവസാനം അവർക്ക് മനസ്സിലായി ഞങ്ങൾക്കത് സാധ്യമല്ല. അതായത് ന്യായപ്രമാണം അകത്തു മറഞ്ഞിരുന്ന പാപത്തെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ളതായിരുന്നു. ന്യായപ്രമാണത്താൽ പാപരാഗങ്ങൾ ഉളവാകുവാൻ വേണ്ടിയുള്ളതായിരുന്നു. പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാധ്യമല്ല.
അവർക്ക് മനസ്സിലായി ഞങ്ങൾക്കനുസരിച്ച് നടക്കാൻ സാധ്യമല്ല. അപ്പോഴാണ് പുതിയ നിയമം ബേസ്ഡ് ഓൺ ഗ്രേസ്, തീർത്തും കൃപയിൽ, അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്. ഇപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. അതിക്ക് മുന്നേ പഴയ നിയമത്തിൽ ഈ ഡിഫറൻസ് കവനന്റ് ചെയ്ത ജനം അതിനുശേഷം മുന്നോട്ട് പോയി യോശുവുമായിട്ട് അവർ ജോർദാൻ നദി കടന്നു, വാഗ്ദത്ത ദേശം വന്നു. യോർദാൻ കടക്കുന്നതിന് മുമ്പ് റൂബേന്യർ, ഗാദ്യർ, മനശ്ശയുടെ പാതി ഗോത്രക്കാർ യോർദാന് മുൻപ് തന്നെ അവർ ദേശം നല്ലതെന്ന് കണ്ട് മോശമായിട്ടൊരു കാര്യങ്ങൾ സ്ഥാപിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ദേശം വിഭാഗിച്ചു തരണമെന്ന് പറയുന്നു. അത് പിൽക്കാലത്ത് അവർക്ക് കെണിയായി തീർന്നു. ഇന്നത് നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. എന്നാൽ മോശമായിട്ടൊരു ഉടമ്പടിയിലേക്ക് കടന്നു വന്നു. നിങ്ങളുടെ സഹോദരന്മാർ യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശം അവകാശമാക്കുന്നത് വരെ അവർക്ക് മുമ്പായി കടന്നു എന്ന് യുദ്ധം ചെയ്ത് അവരുടെ അവകാശ ഭൂമികളെല്ലാം അവകാശമാക്കിയതിന് ശേഷം നിങ്ങൾക്ക് മടങ്ങി വന്ന് ഇവിടെ താമസിക്കാം എന്നുള്ള കണ്ടീഷൻസിൽ അങ്ങനെ അവർ മോശമായിട്ടൊരു ഉടമ്പടി ചെയ്ത് മുന്നോട്ട് പോയി. അതിലെ കുറേ ഡേവിയേഷൻസ് ഉണ്ട്. അതൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഈ സബ്ജക്റ്റിലല്ല, ഞാൻ പലരും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അതല്ല. അങ്ങനെ അവർ പോയി മറ്റ് സഹോദരന്മാരോട് കൂടെ അവരുടെ അവകാശ ഗോത്രങ്ങളൊക്കെയും അവകാശമാക്കിയതിന് ശേഷം യോശുവുമായിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞു തീർത്ത് അവരോട് തിരിച്ചു വരികയാണ്. അതായത് യോർദാന് ഇപ്പുറത്ത് വന്നിട്ട് അവർ അവകാശ ഭൂമിയിലേക്ക് വരുന്ന സമയത്താണ് യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ വിവരണങ്ങൾ. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 10 തുടങ്ങി 12 വരെ വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കുകയാണ്. മലയാളത്തിൽ വായിക്കുന്നു. അവർ കാനാൻ ദേശത്തിലെ യോർദാന്യ പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ, മടങ്ങി വന്നപ്പോൾ, റൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതിഗോത്രം യോർദാന് സമീപത്ത് ഒരു യാഗപീഠം പണിതു. അപ്പോൾ യെരൂശലേമിലൊരു യാഗപീഠമുണ്ട്. അവരവിടെ കടന്നു ചെന്ന് യോർദാൻ്റെ കടന്ന് അപ്പോൾ തന്നെ അവർ ഉടമ്പടി ചെയ്തുകൊണ്ട് യോർദാനിൽ കല്ലെടുത്തുകൊണ്ട് അവിടെ യാഗപീഠമുണ്ടാക്കിയിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ്, അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഗ്രീക്ക് ഹീബ്രു ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് വെൻ ദേ കെയിം ടു ദ റീജിയൻ ഓഫ് ജോർദാൻ which is in the land of Canaan, the children of Reuben, the children of Gad, and half of the tribe of the Manasseh built an altar there by the Jordan, a great impressive altar. കാഴ്ചയ്ക്ക് ഉയർന്നിരിക്കുന്ന ഒരു യാഗപീഠം പണിതു. മലയാളത്തിൽ ട്രാൻസ്ലേഷനിൽ അങ്ങനെ പലയിടത്തും വന്നിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റ് ഇംപ്രസീവ് ആൾട്ടർ, കാഴ്ചയ്ക്ക് ഉന്നതമായിരിക്കുന്ന, ഗ്രേറ്റ് ആയിരിക്കുന്ന ഒരു യാഗപീഠം പണിതു. ഉടനെ 11-ാം വാക്യം നോക്കണം. റൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതിഗോത്രവും കാനാൻ ദേശത്തിൻ്റെ കിഴക്ക് പുറത്ത് യോർദാൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ മക്കൾക്കെതിരെ ഇതാ ഒരു യാഗപീഠം പണിതിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കൾ കേട്ടു. കിഴക്ക് വശത്ത്, യോർദാൻ്റെ കിഴക്ക് പുറത്ത് യോർദാനി പ്രദേശങ്ങളിൽ ഇസ്രായേൽ മക്കൾക്കെതിരെ ഇതാ ഒരു യാഗപീഠം പണിതിരിക്കുന്നു എന്ന് ഓർത്തു. ഈ ഡിനോമിനേഷൻ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദേവദാസന്മാരും കൂട്ടുദാസന്മാരും മൂപ്പന്മാരും എല്ലാവരും ആദ്യകാല ശുശ്രൂഷകളാണ്. വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക, വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. യോർദാൻ എതിരെ അവർ കാനാൻ ദേശത്തിലെ യോർദാനി പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ റൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതിഗോത്രവും യോർദാന് സമീപത്ത് ഒരു യാഗപീഠം പണിതു. റൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതിഗോത്രവും കാനാൻ ദേശത്തിൻ്റെ കിഴക്ക് പുറത്ത് യോർദാനി പ്രദേശങ്ങളിൽ ഇസ്രായേൽ മക്കൾക്ക് എതിരെ ഇതാ ഒരു യാഗപീഠം പണിതിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കൾ കേട്ടു. ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ലാതെ വേറൊരു സുവിശേഷം അരുത്. തീയിൽ ചുട്ടതായിട്ടുള്ള മാംസമല്ലാതെ പച്ചയായിട്ട് പുഴുങ്ങിയതായിട്ട് തിന്നരുത്. ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് റീഇൻഫോഴ്സ് ചെയ്യുന്നുവെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഷാർപ്പാണ്, വളരെ ഷാർപ്പാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് now the children of Israel heard some say, behold, the children of Reuben, the children of Gad, and the half tribe of Manasseh have built an altar on the frontier of the land of Canaan, in the region of Jordan, on the children of Israel's side. And when the children of Israel heard of it, the whole congregation of children of Israel gathered together at this Shiloh to go to war against them. ഇത് എത്ര വലിയ കാര്യമുള്ള, നല്ല കാര്യമല്ലേ ചെയ്തത്? ഒരു യാഗപീഠം പണിതുകൊണ്ട് എന്തോ കുഴപ്പമുള്ള തോന്നും. വളരെ ഒരു വാക്യം വേണമെങ്കിൽ പറയാം, മൃദുവായ വാക്ക് കോപത്തെ ശമിപ്പിക്കുന്നു. പിന്നീട് സംഭവിച്ചതാ, അവർ നല്ലൊരു കാര്യമല്ലേ ചെയ്തത്? ഇന്ന് പലവർക്കും തോന്നും നല്ല കാര്യമാണെന്ന്.
പല പല ഉപദേശവും പല പല ഡേവിയേഷൻസ് വരുത്തിയിട്ട് നല്ല കാര്യം. യേശുവിനല്ലയോ പ്രസംഗിക്കുന്നത്. ക്രിസ്മസിനൊരു ക്രിസ്മസ് ട്രീ വെച്ചാലെന്താ, ഒന്ന് ആഘോഷിച്ചാലെന്താ? ദൂതന്മാർ പാടിയല്ലയോ, സദ്വാർത്തയല്ലയോ, ഒന്ന് ആഘോഷിച്ചാലെന്താ കുഴപ്പം? ഇച്ചിരി കേക്ക് മുറിച്ചാലെന്താ കുഴപ്പം? കുറച്ച് സമ്മാന പൊതികൾ ക്രിസ്മസ് ട്രീസ് ഇട്ടാലെന്താ? കുറച്ച് പാപ്പിയൊന്ന് അലങ്കരിച്ചാലെന്താ കുഴപ്പം? അതിൽ കൂടെ നമുക്ക് സുവിശേഷം പറഞ്ഞുകൂടെയോ? സൂക്ഷിച്ചു കൊള്ളുക. അവരെന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ അത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും അവരോട് യുദ്ധത്തിന് പുറപ്പെടുവാൻ ശീലോവിലെത്തി. ഒരു യുദ്ധം കഴിഞ്ഞ് അവകാശഗോത്രങ്ങൾ പിടിച്ചതിന് ശേഷം ഇവർ തിരിച്ചു പോയതേ ഉള്ളൂ, ഒരു യാഗപ്പീഠം പണിതുള്ളൂ. അവരവിടെ ചെന്ന് പറഞ്ഞെന്താണെന്നറിയാമോ? നിങ്ങളുടെ അവകാശദേശം, വേഴ്സ് 19 തുടങ്ങി, നിങ്ങളുടെ അവകാശദേശം അശുദ്ധം എന്ന് വരികിൽ യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്നതായ യഹോവയുടെ അവകാശദേശത്തേക്ക് കടന്നു വന്ന് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഉപദേശപ്രകാരം നിങ്ങളുടെ പ്രാണനും ആത്മാവിൽ രക്ഷ നൽകുന്ന ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ലാതെ, ഞാൻ വീണ്ടും പറയാണ്, പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരേ ഒരു യാഗപീഠമാണ് പണിതത്. 12 ഗോത്രങ്ങൾക്കനുസരിച്ച് 12 തൂണ് പണിതെങ്കിലും യാഗപീഠം ഒന്നേ ഉള്ളായിരുന്നു. നിങ്ങളുടെ അവകാശദേശം അശുദ്ധം എന്ന് വരെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന് സുവിശേഷമല്ല നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രാണന രക്ഷയ്ക്ക് വേണ്ടി വലിച്ചെറിയുന്നതിന് യാതൊരു തെറ്റുമില്ല. ആരും മുഷിപ്പിക്കുന്നില്ല. യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്നതായി യഹോവയുടെ അവകാശദേശത്തേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഇടയിൽ അവകാശം വാങ്ങി. എന്നാൽ നമ്മുടെ ദൈവമായ യഹോവയുടെ യാഗപീഠം ഒഴികെ ഒരു യാഗപീഠം പണിത് യഹോവയോട് മത്സരിക്കരുത്, ഞങ്ങളോട് മത്സരിക്കരുത്. സേരകിന്റെ മകനായ ആഗാൻ ശബദാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു കുറ്റം ചെയ്യാൽ കോപം ഇസ്രായേലിലെ സർവ്വസഭയുടെ മേൽ വീണില്ലയോ? അവന് മാത്രമല്ലല്ലോ അവൻ്റെ അകൃത്യത്തിൽ മരിച്ചത്. അതിന് റൂബേനും ഗാദ്യരും മനുഷ്യയുടെ പാതിഗോത്രം ഇസ്രായേലിലെ സകല സഹസ്രങ്ങളിൽ തലവന്മാരോട് പത്രം പറഞ്ഞത്, സർവ്വവല്ലഭനാകുന്ന ദൈവമായ യഹോവേ, കേൾക്കണം, സർവ്വവല്ലഭനായ ദൈവമായ യഹോവേ, ദൈവത്തോടെ പറയുന്നത്, സർവ്വവല്ലഭനാകുന്ന ദൈവമായ യഹോവ തന്നെ അറിയുന്നു, ഇസ്രായേലിലും അറിയട്ടെ, ഞങ്ങൾ യഹോവയുള്ള മത്സരത്താലോ ദ്രോഹത്താലോ അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ നിന്റെ രക്ഷ ഞങ്ങൾക്കില്ലാതെ പോകട്ടെ. അവരുടെ വായി കൊണ്ട് തന്നെ പറയാം, മറ്റൊരു യാഗപീഠം പണിത്. അവർ കരുതിയിരിക്കുന്നത് പറഞ്ഞ് പിൽക്കാലം പറയുമ്പോൾ തങ്ങളുടെ മക്കളും വന്നിട്ട്, നിങ്ങളുടെ മക്കളും ഞങ്ങളുടെ മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ യോർദാൻ്റെ അക്കരെയാണ്, കിഴക്ക് ഭാഗത്താണ്, നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ഒരു അടയാളമായിട്ടൊരു യാഗപീഠം പണിതെന്നേ ഉള്ളൂ, ഞങ്ങളോട് ഹോമയാഗമോ സമാധാനങ്ങളോ ഒന്നും കഴിപ്പിക്കില്ല. പക്ഷേ അതവർക്ക് കെണിയായി തീർന്നു. പിൽക്കാലത്ത് അസൂറിൽ വന്നിട്ട് ഏറ്റവും ആദ്യം പിടിച്ചുകൊണ്ട് ഈ 3 ഗോത്രങ്ങളെയാണ്, 2 ഗോത്രങ്ങളെ. അപ്പം ഞാനിവിടെ സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് അറ്റോൺമെൻറ്റ്, പാപക്ഷമയ്ക്ക് വേണ്ടി ഫസ്റ്റ് തിങ് ഇസ് അറ്റോൺമെൻറ്റ്. അതും ഒരേ ഒരു യാഗപീഠം, ദാറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ദ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷത്തിലാണോ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നെങ്കിൽ വലിച്ചെറിയുന്നത് കൂടി യാതൊരു തെറ്റുമില്ല, നിങ്ങൾ ആരെയും മോഷിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിൻ്റെ സുവിശേഷമാണോ നിങ്ങൾ കേൾക്കുന്നത്, വിശ്വസിച്ചിരിക്കുന്നത്? അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് 2 യാഗപീഠങ്ങൾ. മോശയുടെ ന്യായപ്രമാണപ്രകാരം, ദൈവം കൊടുത്ത കൽപ്പന പ്രകാരം മോശ ഓരോരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരികയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു യാഗപീഠം പണിതപ്പോൾ ഒരു യുദ്ധം പുറപ്പെടാൻ പോവുകയായിരുന്നു. അവരുടെ വായിക്കോട്ട് തന്നെ പറഞ്ഞു, ഞങ്ങൾ ചെയ്ത് ഞങ്ങളുടെ രക്ഷ ഇല്ലാതെ പോട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് നല്ലവണ്ണം അറിയാം, മറ്റൊരു യാഗപീഠം പണിതാൽ രക്ഷ നഷ്ടപ്പെടും. ഇസ്രായേൽ, നീടായിരിക്കുന്ന ഇസ്രായേൽ പറയുകയാണ്, യെരൂശലേമിലുള്ള യാഗപീഠമല്ലാതെ മറ്റൊരു യാഗപീഠം പണിതാൽ ഞങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുമെന്ന് അവർക്ക് തന്നെ നല്ലവണ്ണം അറിയാം. ഇത് കേൾക്കുന്ന പുതിയ നിയമ വിശ്വാസിയെ, ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ലാതെ മറ്റൊരു വിധത്തിൽ എന്താണ് ക്രൂശിക്കപ്പെട്ട സുവിശേഷമെന്ന് ഞാൻ പല ക്ലാസ്സുകളിലും പറയുന്നുണ്ട്, ചെറിയൊരു മുഖവരി ഇവിടെയും പറയും, എന്നിട്ട് അവസാനിപ്പിക്കുള്ളൂ. നിങ്ങൾ സംശയത്തിൽ വിടുകയില്ല. എന്താണ് വാസ്തവമെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരാം. വെറുതെ സംശയത്തിൽ കുഴച്ചിട്ട് വിടുന്നതിനല്ല ഞാൻ. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ക്രൂശിക്കപ്പെട്ടവന് ക്രിസ്തുവിന് സുവിശേഷമല്ല എന്ന് ബോധ്യമായാൽ അവിടെ രക്ഷയില്ലെന്ന് ആദ്യമേ മനസ്സിലാക്കണം. പഴയ നിയമവിശ്വാസികൾ
റൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതിഗോത്രവും അവരുടെ വായിക്കൊണ്ട് തന്നെ പറഞ്ഞു, യെരുശലേമിലെ ദൈവത്തിൻ്റെ നിയോഗപ്രകാരമുള്ള യാഗപീഠമല്ലാതെ ക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാവുന്ന യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന യാഗപീഠമല്ലാതെ ഞങ്ങൾ മറ്റൊരു യേശുവിൻ്റെ യാഗപീഠം പണിതാൽ, അതിന്മേൽ ഹോമയാഗം സമാധാനയാഗം അർപ്പിച്ചാൽ ഞങ്ങളുടെ രക്ഷ നഷ്ടപ്പെടും. ഇത് വളരെ സൂക്ഷ്മതയോടെ ഹൃദയത്തിലിരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ചിന്തിക്കാൻ പോകുന്നത് പുതിയ നിയമത്തിലെ ഉടമ്പടി എങ്ങനെയാകുന്നു, എങ്ങനെ അത് പ്രായോഗികമാകുന്നു. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തെ ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ഇത് മാർക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എൻ്റെ രക്തം. ലൂക്കിലാണെങ്കിൽ ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ നിയമത്തിൻ്റെ പുതിയ നിയമം ആകുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ എടുത്തു വായിക്കുന്നതും നമുക്ക് ആരും കർത്തൃമേശിക്കൊക്കെ വായിക്കുന്നത്, അവനെ തന്നെ കത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത് ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അപ്പോൾ പുതിയ നിയമ ഉടമ്പടിയുടെ ഫസ്റ്റ് കാര്യമാണ് അറ്റോൺമെൻറ്റ്. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ആദ്യമായി ചെയ്തത് അറ്റോൺമെൻറ്റ്. പാപപരിഹാരത്തിന് നീളായിരിക്കുന്ന ഒരു യാഗമാണ്, ഒരു രക്തച്ചൊരിച്ചിൽ നടന്നു. ആബേലിൻ്റെ യാഗങ്ങൾ ഇസ്രായേലുമായിട്ട് പഴയ നിയമത്തിന് ഉടമ്പടി ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്തത് പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരു യാഗപീഠം പണിതു, അതിന്മേൽ യാഗമർപ്പിച്ചു. അതിൻ്റെ പാതി രക്തം എടുത്ത് പാത്രത്തിൽ വെച്ച് യാഗപീഠത്തിൽ തെളിച്ചു. പാതി രക്തം ദൈവത്തിൻ്റെ സകല വചനങ്ങളും ഇസ്രായേലിനടുത്ത് വായിച്ചു കേൾപ്പിച്ചു. അവർ തന്നെ പറഞ്ഞു, ഈ സകല വചനങ്ങളും ഞങ്ങൾ അനുസരിച്ച് നടന്നുകൊള്ളാം. അവരുടെ വാൻമൊഴി അടിസ്ഥാനപ്പെടുത്തി ഈ സകല വചനങ്ങളും ആധാരമാക്കി ദൈവമായിട്ട് ചെയ്യുന്ന യഹോവയായ ദൈവമായിട്ടാണ് നിങ്ങളുടെ ഉടമ്പടി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉടമ്പടി സ്ഥാപിച്ചു. അതിന് സീൽ ചെയ്യുവാൻ തക്കവണ്ണം അതേ രക്തം തന്നെ എടുത്തുകൊണ്ട് പുസ്തകത്തിന്മേൽ ജനത്തിന്മേൽ തെളിച്ചു. ഇത്രയും കാര്യത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമം പ്രാക്ടിക്കലായിട്ട് അവർ ചെയ്യാൻ നോക്കി, നടക്കില്ലെന്ന് മനസ്സിലായി. അടുത്തു വരുന്നതാണ് ഗ്രേസിനാൽ. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24 തുടങ്ങിയ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. റോമൻസ് ചാപ്റ്റർ 3 23 കൂടി നിന്ന് വായിച്ച പെട്ടെന്ന് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടം ഇല്ലാത്തവരായി തീർന്നു. അത് 1-2 അധ്യായങ്ങൾ ജെൻഡേഴ്സിനെയും ജൂസിനെയും കുറിച്ച് വിവരിച്ചുകൊണ്ട് പോൾ പറയുകയാണ്, ഒരു വ്യത്യാസമില്ല, ജെൻഡേഴ്സിനോ അല്ലെങ്കിൽ ജൂസിനോ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നിട്ട് പറയാണ്, അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവെങ്കിലും വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രയും നീതീകരിക്കപ്പെടുന്നത്. Now the New Testament is founded on the grace only, absolute grace only. എന്നിട്ട് പറയുകയാണ്, വിശ്വസിക്കുന്നവർക്ക് ഗ്രേസ് ഉണ്ടെന്ന് പറഞ്ഞ് മിണ്ടാതെ നടന്നാൽ പോരാ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. വീണ്ടും പറയുന്നു, സംഭവം നടക്കുന്നു. ഫസ്റ്റ് ഇസ് ഗ്രേസ്, അടുത്തത് പ്രായശ്ചിത്തം. പ്രായശ്ചിത്തം കൂടാതെ പാപക്ഷമ സാധ്യമല്ല. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജസ്റ്റ് വെർബൽ ഏറ്റു പറയുന്നത് കൊണ്ടല്ല. ഫസ്റ്റ് കണ്ടീഷൻ, അടുത്ത മറ്റ് കണ്ടീഷൻസ് പിന്നെ പറയാം. ഫസ്റ്റ് കണ്ടീഷൻ ഇസ് അറ്റോൺമെൻറ്റ്. ഏതും തോട്ടത്തിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ ഇറ്റ് വാസ് അറ്റോൺമെൻറ്റ്. പർവ്വതത്തിൻ്റെ അടിവാരത്ത് നടന്ന് ഫസ്റ്റ് അറ്റോൺമെൻറ്റ്. പിന്നെയാണ് വചനം പറഞ്ഞു കേൾപ്പിച്ചത്, പിന്നെയാണ് സീൽ ചെയ്തത് അവരുടെ വാക്കിനനുസരിച്ചുകൊണ്ട്. ഇവിടെയും പറയുന്നു ഇറ്റ് ഈസ് അപ്പോൺ ഗ്രേസ്. എന്നിട്ട് പറയുകയാണ് ഇറ്റ് ഈസ് ഓപ്പൺ ടു എവരി വൺ. പക്ഷെ ഒരു കാര്യം, വിശ്വസിക്കുന്നവർക്ക്, ഈ പ്രായശ്ചിത്തത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഓപ്പൺ ടു എനി വൺ. ഏതു മനുഷ്യനും, ജാതിയോ മതമോ സ്ത്രീയോ പുരുഷനോ യാതൊരു വ്യത്യാസമല്ല, ഏതൊരു മനുഷ്യൻ ഫ്രീ ഓഫറാണ്. ദൈവം തൻ്റെ പുറമേ മുൻ കഴിഞ്ഞ പാപങ്ങൾ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ, അടുത്ത വാക്യം പറയുന്നത്, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നു. സൗജന്യമായ നീതീകരണം ആകേണ്ടതിന് ഈ കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ വരികയാണ്. അപ്പോൾ ഫസ്റ്റ് നിയമത്തിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് ബേസ്ഡ് ഓൺ ഗ്രേസ്. അടുത്തത് വിശ്വസിക്കുന്നവർക്ക്. ഓക്കെ,
അടുത്ത് നാം പറഞ്ഞു വരുന്നത് നമ്മൾ വായിച്ചതാണ് റോമലേഖനം 24. ഇത് എങ്ങനെയാണ് ഇനി പ്രാവർത്തികമാകുന്നത് പറയുകയാണ്. ഇത് സിംബോളിക്കായിട്ട് യേശു കർത്തൃമേശ സ്ഥാപിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ കാര്യം 2 കൊരിന്ത്യസ് 5:21 ഈ 2 വാക്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഹൃദയത്തിൽ കരുതുക. He made him who knew no sin to be sin for us, that we might become the righteousness of God in him. പാപം അറിയാത്തവനെ നാം അവനിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. എന്താ ദൈവത്തിൻ്റെ നീതി? ഇതാ 3:24, 23, 24, 25 വാക്യങ്ങൾ വായിച്ചത്. കൃപയാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ രക്തം പ്രായശ്ചിത്തമാകുവാൻ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. പറഞ്ഞിരിക്കുന്നത് പാപം അറിയാത്തവനെ നാം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നൗ സൺ ഓഫ് മാൻ അല്ലെങ്കിൽ ഇമ്മാനുവേൽ ദൈവപുത്രൻ എന്ന പദവികളെല്ലാം മാറ്റി ഒരു പദവിയാണ് സിൻ, പാപം. അപ്പോഴാണ് മരണദൂതനും പാതാളപാശങ്ങൾക്കും അവൻ്റെ മേൽ അധികാരം കിട്ടുന്നത്. ഇവിടെയാണ് പലരും അംഗീകരിക്കാതിരിക്കുന്നത്. സംഗീതത്തിനും 18-ാം സംഗീതത്തിനും 3 തുടങ്ങി 6 വരെയുള്ള വാക്യങ്ങൾ, 116-ാം സംഗീതത്തിനും 3-ാം വാക്യങ്ങൾ, 16-ാം സംഗീതത്തിൻ്റെ 10-ാം വാക്യം, എബ്രായലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ഇതിനൊക്കെ വളരെ വിശദീകരണമുണ്ട്. മിക്കവാറും എല്ലാ മെസ്സേജുകളും ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മരണപാശങ്ങൾ അനുപിടിച്ചു, അഗാധ പ്രവാഹങ്ങൾ അനുഭവിച്ചു, പാശങ്ങൾ തുറന്നു പിടിച്ചു, മരണത്തിൻ്റെ കെടികൾ എന്നെ പിന്തുടർന്നു. എൻ്റെ കഷ്ടം ഞാൻ യഹോവയോട് നിലവിളിച്ചു. എബ്രായലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ക്രിസ്തു തൻ്റെ ഐഹിക കാലത്ത് തൻ്റെ മരണത്തെ പിടിപ്പാൻ കഴിയുന്നതോട് അപേക്ഷയും അഭയാചന കഴിച്ചു, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഗെത്സമനത്തോട്ടത്തിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. അവൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയാൽ മാത്രമേ ശരിയാകുകയുള്ളൂ. ശാരീരികമായ മരണം മാത്രം പോരാ. പല ശ്രേഷ്ഠന്മാരെന്ന് അവകാശപ്പെടുന്നവർ, ഇന്ന് യൂട്യൂബിലൊക്കെ കേമന്മാരെന്ന് അവകാശപ്പെടുന്നവർ പലരും ഇതിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നുണ്ട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് സുവിശേഷമല്ല, അത് വേറൊരു യാഗപീഠമാണ്. സൂക്ഷിച്ചു കൊള്ളുക, അത് വേറെ യാഗപീഠമാണ്. അവർ തന്നെ പറഞ്ഞെന്താ, രൂപനും ഗാത്യരും മനുഷ്യരുടെ പാതിഗോത്രം പറഞ്ഞെന്താ, ഞങ്ങൾ വേറൊരു യാഗപീഠം പണി ഞങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോയിക്കോട്ടെ. സത്യം മറച്ചു വെച്ചുകൊണ്ട് കള്ളം കൊണ്ട് നിങ്ങളെ വിഴുങ്ങിക്കളയുകയാണ്. സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. അത് നടക്കുന്നിനി പ്രായോഗികമായി നടക്കുന്നെങ്ങനെ? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് പറഞ്ഞാൽ ദ സിൻ, പാപപ്രവൃത്തിയല്ല. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ അടക്കി വാഴുവാൻ തക്കവണ്ണം അവൻ്റെ മേൽ ആധിപത്യം ഡൊമൈൻ ചെയ്തിരിക്കുന്ന പാപം എന്ന ശക്തിയെ പാപത്തിന് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടത്. അപ്പോൾ പഴയ നിയമത്തിൽ സ്ഥാപിക്കുന്ന സമയത്ത് എന്താ ചെയ്ത്? അറ്റോൺമെൻറ്റ് നടന്നു, അതിൻ്റെ രക്തമെടുത്തു, പാതി യാഗപീഠത്തിൽ തെളിച്ചു, പാതി രക്തം പാത്രത്തിലെടുത്തു, ജനത്തിന് വചനം വായിച്ച് കേൾപ്പിച്ചു. അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഈ സകല വചനങ്ങളും അനുസരിച്ച് നടന്നുകൊള്ളാം. ആ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവയായ ദൈവം നിങ്ങളോട് ചെയ്യുന്ന ഉടമ്പടി എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തിൻ്റെ മേലും പുസ്തകത്തിന്മേലും ബ്ലഡ് തെളിച്ചു, സീൽ ചെയ്തു. ഇവിടെ അവർ പറഞ്ഞു ഒബീഡിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. അപ്പോൾ ഇവിടെയും ഒരു അറ്റോൺമെൻറ്റ് നടന്നു. യേശു ക്രിസ്തു പാനപാത്രം എടുത്ത് പറഞ്ഞു, ഇത് പുതിയ നിയമത്തിൻ്റെ എൻ്റെ രക്തം, അനേകർക്ക് വേണ്ടിയുള്ളത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. വളരെ വ്യക്തമായി മരിച്ചുവെന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. ഇതെങ്ങനെ പ്രായോഗികമായി? പാപം അറിയാത്തവനെ നാം അവനെ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമാക്കി. റോമായനം 8:3 എടുത്തു പറയുകയാണ്, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിന് സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന് സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു, പാപത്തിന് ജഡത്തെ ശിക്ഷ വിധിച്ചു. അറ്റോൺമെൻറ്റ് നടന്നു. പർവ്വതത്തിന് അടിവാരത്ത് ഒരു യാഗപീഠം, അതിന്മേൽ യാഗം കഴിച്ചു,
രക്തം പാതി എടുത്തു, യാഗപീഠത്തിൽ തെളിച്ചു, പാതി രക്തം പാത്രത്തിലെടുത്തു, ജനത്തെ വായിച്ചു കേൾപ്പിച്ചു, അനുസരിച്ച് നടന്നുകൊള്ളാമെന്ന് അവർ പറഞ്ഞു, രക്തം തെളിച്ചു, സീൽ ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു, അറ്റോൺമെൻറ്റ് നടന്നു. അടുത്ത കാര്യമാണ് ഇന്ന് പലരും സമ്മതിക്കാത്തത്. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന, നമുക്ക് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് അനുസരിച്ച് നടക്കുവാൻ. ഒബീഡിയൻസ് ഇല്ലാതെ ആരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പ്രതീക്ഷിക്കേണ്ട. ഹ്യൂമാനിറ്റിയുമായിട്ട്, മനുഷ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ആദ്യ ഉടമ്പടിയുടെ ഫൗണ്ടേഷൻ ഇറ്റ് വാസ് ഫൗണ്ടഡ് ഓൺ ഒബീഡിയൻസ്. തോട്ടത്തിലെ സകല വൃക്ഷത്തിലെ ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തെ ഫലം തിന്നരുത്, തിരുനാൾ നിങ്ങൾ മരിക്കും. അതേ ഒബീഡിയൻസിലേക്ക്, ഫുൾ ഒബീഡിയൻസിലേക്ക്, നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളല്ല. അതുകൊണ്ട് നമ്മുടെ ഡിപ്രൈവ്ഡ് നേച്ചറിൽ, വീണുപോയ മനുഷ്യൻ്റെ നേച്ചറിൽ നമുക്ക് അനുസരിക്കാൻ സാധ്യമല്ലെന്ന് പഴയ നിയമത്തിൽ കൂടെ ദൈവം വ്യക്തമാക്കി മനസ്സിലാക്കി. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഗ്രേസ്, ബേസ്ഡ് ഓൺ ഗ്രേസ്. വളരെ മനസ്സിലാക്കണം. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്. ആ കൃപ ദൈവം പരസ്യമാക്കി അതിനാവശ്യമായ അറ്റോൺമെൻറ്റ് നടത്തി പുത്രനെ ഉയർത്തു എന്ന് വെച്ചുകൊണ്ട് പറയുകയാണ് ഇതിൽ വിശ്വസിക്കുന്നവർക്ക്. എന്നിട്ട് പറയുകയാണ് അവനെ കൈക്കൊള്ളുന്നവർ. കാരണം എന്താ? നമ്മുടെ ഡിപ്രൈവ്ഡ് നേച്ചറിൽ ഡിവൈൻ ലോ അനുസരിക്കാൻ നമുക്ക് സാധ്യമല്ല. ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്രാപ്തമായ ഒരു ജഡം നമ്മിലുണ്ട്. അതിനനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയം. അതിനെയല്ല, നിന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഉയർത്തെന്നേറ്റ വേറൊരുവനാകേണ്ടതിന് നീ അവന് ക്ഷണിച്ചു വരുത്തിയ അവനുമായിട്ട് ഒബീഡിയൻസിൽ. ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പോൾ വിവരിക്കുന്നതാണ്. നന്മ തിന്മകൾ തിരിച്ചറിയാൻ കഴിവായി, എന്നാൽ എനിക്ക് നന്മ എന്താണ് തിന്മ എന്താണെന്നറിയാം. പക്ഷേ ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ എത്രയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നുവെങ്കിലും അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തിന് ആര് വിടുവിക്കും? ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അയ്യോ അനിഷ്ട മനുഷ്യരെന്ന് പറഞ്ഞുകൊണ്ട് സറണ്ടർ ചെയ്യുകയാണ്. ഇവിടെയാണ് കൃപയുടെ വലിയ മഹത്വം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അടുത്ത് പറയാണ്, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകും, അല്ലെങ്കിൽ നിവൃത്തിയാകുകയില്ല. വചനം എത്ര കോട്ടി മറച്ചാലും വേറൊരു യാഗപീഠം പണിയാണ്. അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ വേറൊരു യാഗപീഠം പണിയുന്നുവെങ്കിൽ രക്ഷ നഷ്ടപ്പെട്ടോട്ടെ. വളരെ സൂക്ഷിക്കുക. നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പണിയുന്ന യാഗപീഠം എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിൽ പണിയുന്ന യാഗപീഠം എന്താണ്? ഡിനോമിനേഷൻ, ഫിസിക്കൽ ഡിനോമിനേഷനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരമായി നിങ്ങളാണ് ചർച്ച്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്ന നിങ്ങളുടെ ശരീരം. യു പേഴ്സണലി ആർ ദ ചർച്ച്. അങ്ങനെ അതിൻ്റെ കൂട്ടുമരങ്ങളാണ് ശരീരമാവുന്ന സഭയായി ചേരുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് ഞാനൊരു ചിത്രത്തിൽ കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ കൂടെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ, എറ്റേണൽ രക്ഷ നടക്കണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ അറ്റോൺമെൻറ്റ്, പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലാണ്. മറ്റൊന്ന് റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഓഫ് അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ. ഫ്രീ വില്ലിൻ്റെ ഡിസിഷനാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ഒരു വികാരത്തോലോ ഒരു ബുദ്ധിപരമായ കാര്യമല്ല. ബുദ്ധിയിലേക്ക് ഒരു നോളജ് വരുമ്പോൾ ഒരു വികാരം ഡെവലപ്പ് ആവുന്നു. ആ വികാരത്തെ ചെയ്യണമോ വേണ്ടത് തീരുമാനിക്കുന്ന മനുഷ്യൻ തന്നെയാണ്. അവൻ്റെ ഫ്രീ വില്ലാണ്. അതുകൊണ്ട് ഫ്രീ വില്ലിനെയാണ് പാപത്തിന് അടിമപ്പെടുത്തി കൊടുത്തത്. ആ ഫ്രീ വില്ലിനെയാണ് സ്വതന്ത്രമാക്കേണ്ടത്. ആ ഫ്രീ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ സ്വയത്തിനു വേണ്ടിയാണ് ഏദൻ തോട്ടത്തിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ദൈവത്തെ കൂടാതെ വാഴുവാൻ തക്കവണ്ണം, സ്വയമായിട്ട് വാഴുവാൻ തക്കവണ്ണം നന്മത്തിന്മേലെ തിരിച്ചറിയാനുള്ള വൃക്ഷഫലത്തുന്നത്. അതായത് നിൻ്റെ സെൽഫിനെ റിനൗൺസ് ചെയ്യുക. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താനെ ത്യജിച്ച് നാളത്തോറും ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കേണ്ട. ഈ തന്നെത്താനെ ത്യജിക്കുക, അത് സെൽഫിനെ റിനൗൺസ് ചെയ്യുക, ക്രിസ്തുവിനെ ധരിക്കുക. ഇതാണ് റിപ്പൻറ്റൻസിൻ്റെ അടിസ്ഥാന കാര്യം. അപ്പോൾ നടക്കുന്നതാണ് റീജനറേഷൻ. അടുത്തൊരു കണ്ടീഷനാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. വിളിച്ചു വരുത്തിയ ഉയർത്തെന്നിട്ട് വേറൊരുവനാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ നിൻ്റെ സോളിൻ്റെ ഹസ്ബൻഡായി നീ സ്വീകരിച്ച ഉയർത്തെന്നിട്ട് ക്രിസ്തുവുമായിട്ട് അനുസരണത്തിൽ തികയുക. അല്ലാതെ നിനക്ക് ഡിവൈനോ അനുസരിക്കാൻ സാധ്യമല്ല. അവൻ നിന്നിൽ വസിച്ചുകൊണ്ട് നിന്നെ അനുസരണം പഠിപ്പിച്ച് അനുസരണത്തിൽ തികഞ്ഞവനാക്കി തീർക്കും.
അതിനു വേണ്ടിയാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നോളജ് അല്ല. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, എല്ലാ ഫ്രൈഡേ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ സൈറ്റിൽ കാണാൻ സാധിക്കും. അടുത്തൊരു സബ്ജക്റ്റാണ് സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ കഴിയാത്ത ഒരു സോളിനെ ജസ്റ്റിഫൈ ചെയ്യുവാൻ ദൈവത്തിന് സാധ്യമല്ല. ഈ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് ഇത്തരം കാര്യങ്ങളിൽ പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ അന്ത്യത്തോളം തുടർന്നു പോകേണ്ട ആവശ്യകത. അപ്പോൾ എവിടെ ഈ രക്ഷാഭദ്രതയൊക്കെ വരുന്നത്? ആരെ രക്ഷാഭദ്ര പഠിപ്പിക്കുന്ന മൂഢന്മാർ? അവർ മൂഢന് പോലും വിളിക്കാൻ യോഗ്യതയില്ല. വേറൊരു യാഗപീഠം പണിതാൽ രക്ഷ നഷ്ടപ്പെടുന്ന ഇത്തരം പഠിപ്പിക്കുന്നവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അടുത്ത കാര്യമാണ് ഫൈനൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ദൈവം ഡിക്ലെയർ ചെയ്യണം, ഇവൻ ഞാനൊരുക്കിയ പദ്ധതി അംഗീകരിച്ച്, ക്രിസ്തുവിനെ അംഗീകരിച്ച് ക്രിസ്തുവിൽ വസിക്കുന്നതിനാൽ ക്രിസ്തുവിനോട് കൂടെ എടുക്കപ്പെടും. അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ ഡിക്ലെയർ ചെയ്യണം, ദിസ് പെർട്ടിക്കുലർ മാൻ ഈസ് ജസ്റ്റ്, നീതിമാൻ. ഒരു ഡിനോമിനേഷനോ ഒരു പോപ്പോ ഒരു തിരുമേനിമാരോ സെൻട്രൽ പാസ്റ്റോ ഒരു ഡിമിനേഷൻ പ്രസിഡന്റുമാർ പ്രസംഗിച്ചിട്ടോ തീരുമാനിച്ചിട്ടോ കാര്യമില്ല. ദൈവം ഡിക്ലെയർ ചെയ്യണം. അതിന് ഈ കണ്ടീഷനുകൾ അതിൻ്റെ ഫുൾനെസ്സിൽ ഫുള്ളായാലേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇനി മനുഷ്യപുത്രൻ ഭൂമിയിൽ പാപം ക്ഷമിപ്പം മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്നൊരു വേർഡ് ഉപയോഗിക്കാനുള്ള കാരണം എന്തുകൊണ്ട് മനുഷ്യപുത്രൻ എന്ന് വേർഡ് ഉപയോഗിച്ചു? എന്തുകൊണ്ട് ദൈവപുത്രനെന്നോ ഇമ്മാനുവേലെന്നോ അല്ലെങ്കിൽ മറ്റൊരു വേർഡുകൾ ഉപയോഗിക്കുന്നത്? മനുഷ്യപുത്രൻ. മത്തായിയാണ് ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാർക്ക് എഴുതുന്നത്. മറ്റുള്ള സുവിശേഷങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 13-ാം വാക്യത്തിൽ പറയുന്നത് മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ. അതേ കാര്യം തന്നെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വരുമ്പോൾ ആ തന്നോട് സംസാരിച്ച ശബ്ദം എന്തും തിരിഞ്ഞു നോക്കുകയപ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവൻ. ഇസ്രായേൽ നല്ലവണ്ണം അറിയാം ഈ മനുഷ്യപുത്രൻ ആരാണെന്ന്. ദാനിയേൽ പ്രവചനം അവർ വല്ലവണ്ണം അറിയുന്നവരാണ്. അവരുടെ ഹൃദയത്തിൽ അറിഞ്ഞിരിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ ഈ തച്ചനെ പാപം ക്ഷമിക്കുന്നേ. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ മാനവജാതിയുടെ പാപപരിഹാരത്തിന് യാഹ്വേ തന്നെ, മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടവൻ തന്നെ മറിയുടെ ഉദരത്തിൽ അവതരിച്ച് വചനം ജഡമായി തുറന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി മഹാപുരോഹിതന്റെ കോർട്ടിൽ നിൽക്കുമ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് ആണയിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് ഐ ആം. യാഹ്വേ എന്നതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഐ ആം, ഞാൻ ആകുന്നു, അല്ലെങ്കിൽ യാഹ്വേ. ഈ വേർഡുകളൊക്കെ തന്നെ ആ ക്യാപിറ്റൽ LORD എന്ന് എഴുതുന്നിടത്തൊക്കെ യാഹ്വേ എന്ന് റീപ്ലേസ് ചെയ്യും. ഞാനാകുന്നു അല്ലെങ്കിൽ ഐ ആം എന്നുള്ളിടത്ത് യാഹ്വേ എന്ന് റീപ്ലേസ് ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ തുല്യമായി ഗ്രീക്ക് പദം യൂസ് ചെയ്താൽ ഇക്കാര്യങ്ങൾക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാവുന്നുള്ളൂ. അതായത് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത്, മഹാപുരോഹിതൻ്റെ മുമ്പിൽ താൻ അറ്റോൺമെൻ്റ് ആകാൻ പോകുമ്പോൾ ഈ പാപിദ്രോഹിയമായി വ്യക്തിപരമായി നിങ്ങളുടെ പേര്, നിങ്ങളുടെ അവസ്ഥ, നിങ്ങളെക്കുറിച്ചുള്ള സകല കാര്യങ്ങൾ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാണ് യെസ് ഞാനാകുന്നു യാഹ്വേ എന്ന് പറയുന്നത്. തൻ്റെ സൃഷ്ടിയുടെ മുമ്പിൽ നിനക്ക് പകരമായി യാഗമായി തരുവാൻ, അറ്റോൺമെൻ്റായി തരുവാൻ, പകരക്കാരനായി നിൻ്റെ മേലുള്ള വ്യക്തിപരമായ ശിക്ഷയെ തൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ശരീരം ക്രൂശിൽ കിടന്നപ്പോൾ നീ പോകേണ്ട പാതാളത്തിൽ പോയി ശിക്ഷ മരണം അനുഭവിച്ചവനാണ് ഉയർത്തെന്നിട്ട് നിന്നോട് പറയുന്നത്, നിന്നെ ദൈവരാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ പൂർണ്ണ അനുസരണത്തിൽ തെയ്യിപ്പാൻ നീ എന്നെ നിൻ്റെ ഹൃദയത്തിൻ്റെ നിൻ്റെ പ്രാണൻ്റെ ഹസ്ബൻഡായി സ്വീകരിച്ചുകൊള്ളുക. ഞാൻ നിന്നിൽ വസിച്ച ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന രീതിയിൽ ഞാൻ നിന്നെ അനുസരിച്ച് തികഞ്ഞവളാക്കി ദൈവരാജ്യത്തിന് അവകാശിയാക്കി തീർക്കാം. ഇതാണ് സത്വാർത്ത. അപ്പോൾ പക്ഷപാതക്കാരനോട് മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. ഈ അധികാരം എങ്ങനെ കിട്ടിയത്? ആ അറ്റോൺമെൻറ്റിൽ കൂടെ. അങ്ങനെയാണ് മരിച്ചിട്ട് ഉയർത്തെന്നതിൻ്റെ ശേഷം കർത്താവ് ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത് മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ
അതിക്കുമ്പോൾ അറ്റോൺമെൻറ്റിന് മുമ്പ് മരണത്തിന് അധികാരി ആരായിരുന്നു? പിശാച്. തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭയത്തിലായിരുന്നവരൊക്കെയും വിടുവിച്ചു. ഞാനിതെല്ലാം തീരെ സ്ഥാപിക്കുന്നതല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്താണ് ഈ മരണത്തിന് അധികാരിയായ പിശാച്, ഇവ കാര്യങ്ങളൊക്കെയും വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവപ്പെട്ട് അത്തരം സ്പിരിറ്റുകളോട് മല്ലയുദ്ധം ചെയ്ത്, ഇത് പലർക്കും കേൾക്കുമ്പോൾ ചൊറിയുമെന്ന് എനിക്കറിയാം. കാരണം അവരൊക്കെ ചെയ്തിട്ട് പിന്തിരിഞ്ഞു പോയി ഇപ്പം അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ചൊറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. മടങ്ങി വരിക. വേറൊരു യാഗപീഠം പണിതാൽ നിൻ്റെ രക്ഷ നഷ്ടപ്പെടും. നിന്നോട് കൂടെ പോകുന്നവരും രക്ഷ നീ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുക. കം ബാക്ക് ടു ക്രൈസ്റ്റ്. ഇത്ര സ്നേഹിക്കുന്ന ആ യാഹ്വേ അവൻ തന്നെയാണ് ഐ ആം. മഹാപുരോഹിതൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്നെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് കൈപ്പടിയല്ലാത്ത സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക് മഹിമഴടുത്തിരിക്കുന്നത്. അവൻ നിന്നോട് സംസാരിക്കുന്നത്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ജനത്തിന് മനസ്സായി വിചാരിക്കുക കർത്താവ്. നീ ഗ്രഹിപ്പിച്ചല്ലാതെ സാധ്യമല്ല. അടിയൻ്റെ ഹൃദയം നൽകിയ വെളിപ്പാടുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന ഒരു ജനത്തിനും കർത്താവിൻ്റെ അനുഗ്രഹത്തിന് കണക്കിട്ടാട്ടെ. നിൻ്റെ പ്രായശ്ചിത്തം വ്യർത്ഥമല്ല കർത്താവേ, വ്യർത്ഥമല്ല. ആ നീതിക്കൊത്തോണം ഈ ജനത്തോട് കർത്താവ് എന്നെ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.